നല്ല സ്നേഹമുള്ള അയൽക്കാരെ കിട്ടിയാൽ അതേ ഇങ്ങനെ ഇരിക്കും. ഈ കയ്യിൽ കാണുന്നത് മാങ്ങ, അടുത്ത കയ്യിലിരിക്കുന്നത് ചീര. പണ്ട് എൻ്റെ വീട്ടിൽ ചീര നന്നായിട്ട് കൃഷി ചെയ്യും. അങ്ങനെ കുറേ ദിവസം ആകുമ്പോൾ ചീരത്തോരൻ തിന്ന് മടുക്കുമ്പോൾ അമ്മ വേറൊരു കറി ഉണ്ടാക്കും കേട്ടോ. ഈ മാങ്ങ ആ സമയത്തൊക്കെ ആവുമല്ലോ, അന്നേരത്തേക്ക് ചീര വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു മാങ്ങയുടെ പകുതി കഷ്ണം ഇടും. എന്നിട്ട് അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കും. ഭയങ്കര സിമ്പിൾ കറിയാണ്, പക്ഷേ ടേസ്റ്റ് ഉഗ്രനാണ്. പിന്നെ തേങ്ങ ചെരുക, അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, അതുപോലെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ച് വെന്ത ഈ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങയും ചീരയും കൂടെ ഉള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഈ അരപ്പ് ചേർക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരണേ. എന്നിട്ട് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഈ അരപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണേൽ ഒരു കഷ്ണം പച്ചമുളകൊക്കെ ചേർത്താൽ എരിവ് കിട്ടും. എനിക്കിതൊന്നും വേണ്ട, വെളിച്ചെണ്ണയും വേണ്ട, പച്ചമുളകും വേണ്ട. അല്ലാതെ തന്നെ ഇത് ഇങ്ങനെ കോരിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാങ്ങയുടെ പുളിയും ചീരയുടെ ആ ടേസ്റ്റും കൂടെ ആകുമ്പോൾ അടിപൊളിയായിട്ടോ. പിന്നെ അമ്മ ഇതിനിട്ടേക്കുന്ന പേര് ചീരാവിയൽ എന്നാണ്. അമ്മ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ മിക്കവരും ഇങ്ങനൊരു കറി ഉണ്ടാക്കാറുണ്ട്. ഈ ചീരയുടെ കൂടെ ഇച്ചിരി ചക്കക്കുരു വേവിച്ചതോ അല്ലെങ്കിൽ ചേമ്പ് മിത്തോ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു തനി നാടൻ കറിയാണ്. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ മൂക്കിൽ കാണുന്ന കുണുക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തിട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മൂക്ക് കുത്താൻ, പക്ഷേ ചെറിയൊരു പേടി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.